രണ്ടാം പതിപ്പിന്റെ ആമുഖം. ഈ ആമുഖത്തിൽ വിവരിക്കുന്ന കണക്കുകൾ 1955-ൽ ഈ സംഘടന നിലനിന്നിരുന്ന വിധത്തിലാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിലെ ആമുഖം 1939-ൽ എഴുതപ്പെട്ട ശേഷം മൊത്തത്തിൽ ഒരത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക് അനോണിമസിലേക്ക് യാത്ര തിരിക്കുന്ന ഓരോ മദ്യപാന രോഗിയും ഈ കൂട്ടായ്മ എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് ഞങ്ങളുടെ ആദ്യത്തെ പ്രസിദ്ധീകരണത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ ജോഡികളായും 3 പേരായും 5 പേരായും ഒക്കെ ഞങ്ങൾ പലയിടത്തും പൊട്ടിമുളച്ചിട്ടുണ്ട്. 1955-ലെ ഞങ്ങളുടെ രണ്ടാം പതിപ്പിൻ്റെയും ഈ പുസ്തകത്തിൻ്റെ ആദ്യ പ്രസിദ്ധീകരണത്തിൻ്റെയും ഇടയ്ക്ക് 16 വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഈ ചുരുങ്ങിയ സമയത്തിനകം ആൽക്കഹോളിക്സ് അനോണിമസ് 6000 ഗ്രൂപ്പുകളും തദ്വാര 1,50,000 മദ്യവിമുക്തരായ അംഗങ്ങളുമുള്ള സംഘടനയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാനഡയിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെയും വിവിധ പ്രദേശങ്ങളിൽ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുള്ളതായി കാണാവുന്നതാണ്. ബ്രിട്ടീഷ് ദ്വീപുകളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും സൗത്ത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും മെക്സിക്കോവിലും അലാസ്കയിലും ഓസ്ട്രേലിയയിലും ഹവായിയിലും ഗ്രൂപ്പുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ ശുഭോദരകമായ തുടക്കം 50ഓളം രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിലും കുറിച്ചിട്ടുണ്ട്. ചില ഗ്രൂപ്പുകളൊക്കെ ഏഷ്യയിലും രൂപം പ്രാപിച്ചു വരുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും മുമ്പിലുള്ള മഹത്തായ ഒരു ഭാവിയുടെ ലക്ഷ്യമാണിതെന്നും പറഞ്ഞ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഓഹിയോയിലുള്ള അക്രോണിൽ 1935 ജൂൺ മാസത്തിൽ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആരംഭം ഉരുത്തിരിഞ്ഞത് ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് ബ്രോക്കറിൻ്റെയും ഒരു ആക്രോൺ ഡോക്ടറിൻ്റെയും സംഭാഷണത്തിനിടയിൽ ആണ്. 6 മാസത്തിനു മുമ്പ് തന്നെ മദ്യത്തോടുള്ള അത്യാർത്തിയിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു ആത്മീയാനുഭവത്തിൻ്റെ ഫലമായി ഈ ബ്രോക്കർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു അമിത മദ്യപാന രോഗിയുമായി തുടർന്ന് അയാൾ കണ്ടുമുട്ടി. ഡോക്ടർ വില്യം ഡി സിൽക്ക്വർത്ത് എന്നു പേരുള്ള മദ്യപാന ചികിത്സയിൽ വൈദഗ്ധ്യം നേടിയ ഒരു ഡോക്ടറുടെ സഹായം കൂടി അയാൾക്ക് കിട്ടിയിരുന്നു. ഈ ഡോക്ടർ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യശാസ്ത്ര രംഗത്തെ പുണ്യവാളനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞങ്ങളുടെ സംഘടനയുമായുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല ദിനങ്ങളെക്കുറിച്ചുള്ള കഥ ഇതിൻ്റെ തൊട്ടടുത്ത പേജുകളിൽ നിങ്ങൾക്ക് വായിക്കാം. ഈ ഡോക്ടറിൽ നിന്ന് ആൽക്കഹോളിസത്തിൻ്റെ കടുത്ത പ്രകൃതത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച ബ്രോക്കർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളുടെ എല്ലാ സിദ്ധാന്തങ്ങളുമായി അയാൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഒരു ധാർമ്മികമായ കണ്ടെത്തൽ, വ്യക്തിപരമായ കുറ്റങ്ങളുടെ ഏറ്റുപറച്ചിൽ, താൻ ഉപദ്രവിച്ചവരോടുള്ള സമരസപ്പെടൽ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യൽ, ദൈവത്തോടുള്ള ആശ്രയത്വം എന്നിവയിൽ ഇയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ആക്രോണിലേക്കുള്ള അയാളുടെ യാത്രയ്ക്ക് മുമ്പ് ഈ ബ്രോക്കർ ധാരാളം അമിത മദ്യപാനികൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഒരമിത മദ്യപന് മാത്രമേ മറ്റൊരു അമിത മദ്യപനെ സഹായിക്കാനാവൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം. പക്ഷേ സ്വന്തം സുബോധാവസ്ഥ നിലനിർത്തുന്നതിൽ മാത്രമേ അദ്ദേഹത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. തകർന്നുപോയ ഒരു ബിസിനസ് സംരംഭവുമായിട്ടാണ് ആ ബ്രോക്കർ അക്രോണിലേക്ക് പോയത്. താൻ വീണ്ടും ഈ തകർച്ച മൂലം കുടിക്കാൻ തുടങ്ങുമോ എന്നയാൾ വല്ലാതെ ഭയപ്പെട്ടു. താൻ സ്വയം രക്ഷപ്പെടണമെങ്കിൽ തൻ്റെ സന്ദേശം മറ്റൊരു അമിത മദ്യപാന രോഗിയിലേക്ക് എത്തിക്കണം എന്നയാൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. ആ അമിത മദ്യപാന രോഗിയാകട്ടെ അക്രോണിലെ ഒരു ഡോക്ടറുമായിരുന്നു. ഈ ഡോക്ടർ നിരന്തരമായി ആത്മീയ മാർഗങ്ങൾ തൻ്റെ അമിത മദ്യപാന ധർമ്മസങ്കടത്തിനുള്ള പരിഹാരമായി കണ്ടിരുന്നുവെങ്കിലും അതിൽ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അമിത മദ്യപാന രോഗത്തെക്കുറിച്ച് ഡോക്ടർ സിൽക്ക്വർത്ത് വിവരണം നൽകിക്കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ മുമ്പൊരിക്കലും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആഗ്രഹത്തോടുകൂടി തൻ്റെ കഷ്ടത്തിനുള്ള മരുന്നായി ആത്മീയ മാർഗം പിന്തുടരുവാൻ തീരുമാനിച്ചു. അദ്ദേഹം സുബോധമുള്ളവനായി തീർന്നു. പിന്നീട് ഒരിക്കലും കുടിച്ചിരുന്നില്ല. 1950-ലെ തൻ്റെ മരണം വരെ. ഒരു ആൽക്കഹോളിക്കിന് ഒരു ആൽക്കഹോളിക്കല്ലാതെ ഒരാൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതലായി മറ്റൊരു ആൽക്കഹോളിക്കിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെന്ന് ഇത് തെളിയിക്കുന്നതായി കാണപ്പെട്ടു. ഒരു ആൽക്കഹോളിക് മറ്റൊരു ആൽക്കഹോളിക്കുമൊത്തുള്ള തീവ്രമായ പ്രവർത്തനം സ്ഥിരമായ രോഗശമനത്തിന് വളരെ പ്രധാനമാണെന്നും ഇത് സൂചിപ്പിച്ചു. അങ്ങനെ അക്രോൺ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന അമിത മദ്യപാന രോഗികൾക്ക് വേണ്ടി ഈ രണ്ടുപേരും ഏതാണ്ട് ആവേശത്തോടെ പ്രവർത്തനം ആരംഭിച്ചു.
മദ്യപാനം കൊണ്ട് തകർന്നടിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അവരുടെ ആദ്യത്തെ ഇര. പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും മൂന്നാമത്തെ മെമ്പറായി തീരുകയും ചെയ്തു. അയാൾ പിന്നീട് ഒരിക്കലും കുടിച്ചിട്ടില്ല. 1935 വേനൽക്കാലം മുഴുവൻ അക്രോണിലെ ഈ ജോലി അവർ തുടർന്നു. പരാജയങ്ങളുടെ കഥകളും ഒട്ടേറെ ഉണ്ടായിരുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഹൃദ്യമായ വിജയവും ഉണ്ടായി. 1935 അവസാനത്തോടുകൂടി ആ ബ്രോക്കർ ന്യൂയോർക്കിലേക്ക് മടങ്ങുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ രൂപം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ആരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ലെങ്കിലും ഒരു രണ്ടാമത്തെ ചെറിയ ഗ്രൂപ്പ് ന്യൂയോർക്കിൽ രൂപം പ്രാപിച്ചിരുന്നു. അതിനു പുറമെ പലയിടങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന അമിത മദ്യപാന രോഗികൾ തങ്ങൾക്ക് അക്രോണിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ലഭിച്ച അടിസ്ഥാന തത്വങ്ങൾ മൂലം മറ്റു പല നഗരങ്ങളിലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1937 അവസാനമായപ്പോഴേക്കും വ്യക്തമായ സുബോധാവസ്ഥയിലുള്ള ആളുകളുടെ എണ്ണം ഒരു പുതിയ വെളിച്ചം അമിത മദ്യപാന രോഗികളുടെ ഇരുണ്ട ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്ന ഗ്രൂപ്പുകൾക്ക് തങ്ങളുടെ സന്ദേശവും അദ്വിതീയമായ അനുഭവവും ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുവാൻ ഇതാണ് തക്ക സമയമെന്ന് തോന്നിത്തുടങ്ങി. ഈ തീരുമാനം 1939 വസന്തകാലത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടെ ഫലപ്രാപ്തിയിലെത്തി. അപ്പോഴേക്കും മൊത്തം അംഗസംഖ്യ സ്ത്രീകളുടെയും പുരുഷന്മാരുമടക്കം ഏതാണ്ട് 100ഓളമായി കഴിഞ്ഞിരുന്നു. പുതുതായി ചിറകുമുളച്ച ഈ പേരില്ലാ സമൂഹം അതിൻ്റെ തന്നെ പുസ്തകത്തിൻ്റെ പേരായ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി. അന്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം അവസാനിക്കുകയും അതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടു ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഡോക്ടർ ഹാരി എമേഴ്സൺ ഫോസ്ഡിക് എന്ന പ്രസിദ്ധനായ വൈദികൻ അതിനെ അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. 1939 അവസാനത്തോടെ ഫുൾട്ടൺ ഓർസിലർ, അന്നത്തെ ലിബർട്ടി എന്ന പത്രത്തിൻ്റെ പത്രാധിപർ, ആൽക്കഹോളിക്സും ദൈവവും എന്ന ലേഖനം തൻ്റെ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. ഇതിനിടയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന ന്യൂയോർക്കിലെ ചെറിയ ഓഫീസിലേക്ക് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ ഫലമായി 800ഓളം വേവലാതി പൂണ്ട അന്വേഷണങ്ങളെത്തി. ഓരോ അന്വേഷണത്തിനും കഷ്ടപ്പെട്ടാണെങ്കിലും മറുപടി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ബുക്കുകളും ലേഖകളും അയച്ചു കൊടുത്തു. നിലവിലുണ്ടായിരുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ബിസിനസ്സുകാർ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേരുകൾ ഈ നവാഗതർക്ക് നിർദ്ദേശിച്ചു കൊടുത്തു. പുതിയ ഗ്രൂപ്പുകൾ ഉയർന്നു വരാൻ തുടങ്ങി. എല്ലാവർക്കും അത്ഭുതം പകർന്നുകൊണ്ട് യുടെ സന്ദേശം എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ വാമൊഴികളിലൂടെയും പ്രചരിപ്പിക്കാമെന്ന് കണ്ടു. 1939 അവസാനമായപ്പോഴേക്കും 800ഓളം അമിത മദ്യപാന രോഗികൾ അവരുടെ രോഗവിമുക്തിയുടെ മാർഗത്തിൽ എത്തിയിരുന്നു. 1940 വസന്തകാലത്ത് ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കി. തങ്ങളുടെ കഥകൾ വിവരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മെമ്പർമാരെയും ക്ഷണിച്ചിരുന്നു. ഈ വാർത്ത ലോകമെമ്പാടും പരന്നു. നിരവധി അന്വേഷണങ്ങൾ പ്രവഹിക്കാൻ തുടങ്ങി. നിരവധി ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പുസ്തകത്തിനു വേണ്ടി പുസ്തകശാലയിലെത്തി. 1941 മാർച്ചോടെ അംഗസംഖ്യ 2000ലേക്ക് കുതിച്ചു കയറി. അങ്ങനെയിരിക്കെ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് എന്ന പത്രത്തിൽ ജാക്ക് അലക്സാണ്ടർ ഒരു ലേഖനം എഴുതുകയും കുറിച്ച് ശക്തമായ ഒരു ചിത്രം പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തു. തൽഫലമായി രോഗവിമുക്തി ആഗ്രഹിക്കുന്ന അമിത മദ്യപന്മാരുടെ ഒരു പ്രവാഹം തന്നെ ഞങ്ങളിലേക്കുണ്ടായി. 1941 അവസാനമാകുമ്പോഴേക്ക് യിൽ 8,000ഓളം അംഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരുന്നു. ഗ്രൂപ്പുകൾ മുളച്ചു പൊന്തുന്ന പ്രക്രിയ അതിൻ്റെ പൂർണ്ണതയിലെത്തി. ഒരു ദേശീയ സ്ഥാപനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സംഘടന പിന്നീട് ഒരു ഭയാനകവും ആവേശഭരിതവുമായ കൗമാര അവസ്ഥയിലെത്തി. അത് അഭിമുഖീകരിച്ച പരീക്ഷണം ഇതായിരുന്നു: ഇതുവരെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളില്ലാതെ ചുറ്റിത്തിരിഞ്ഞ അമിത മദ്യപാന രോഗിക്ക് കണ്ടുമുട്ടാനും ഒരുമിച്ച് വിജയകരമായി പ്രവർത്തിക്കാനും കഴിയുമോ? അംഗത്വത്തെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും പണത്തെ സംബന്ധിച്ചും വഴക്കുകൾ ഉണ്ടാകില്ലേ? സ്ഥാനത്തിനു വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും വടംവലികൾ ഉണ്ടാകില്ലേ? മതഭിന്നതയുടെ പേരിൽ ഛിന്നഭിന്നമാക്കപ്പെടില്ലേ? താമസിയാതെ പല ഗ്രൂപ്പുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ
ഭയപ്പെടുത്തുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതുമായ ഈ അനുഭവത്തിനിടയിലും അംഗങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് മുന്നോട്ടു പോകണമെന്നും ഭിന്നരായി നിന്നാൽ തകർന്നു പോകുമെന്നുമുള്ള ദൃഢനിശ്ചയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ കൂട്ടിയോജിപ്പിക്കുകയോ അല്ലെങ്കിൽ രംഗത്തുനിന്ന് മറയുകയോ ചെയ്യേണ്ടിയിരുന്നു. ഒരു അമിത മദ്യപാന രോഗിക്ക് ജീവിക്കാനാവശ്യമായ തത്വങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പോലെ ഗ്രൂപ്പുകളും മൊത്തത്തിലുള്ള യും നിലനിർത്തുന്നതിനും ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ തത്വങ്ങൾ ഞങ്ങൾക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു. അമിത മദ്യപാന രോഗിയായ ഒരു സ്ത്രീയോ പുരുഷനോ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് തിരസ്കരിക്കപ്പെടരുതെന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കൾ സേവനം ചെയ്യുകയല്ലാതെ ആരെയും ഭരിക്കരുതെന്നും നിശ്ചയിക്കപ്പെട്ടു. ഓരോ ഗ്രൂപ്പും പരമാധികാരമുള്ളവരായിരിക്കണമെന്നും ചികിത്സ മുതലായവ തങ്ങൾ നടത്തരുതെന്നും തീരുമാനിക്കപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള ഫീസോ ബാധ്യതകളോ ഉണ്ടായിരിക്കരുത്. ഞങ്ങളുടെ ചെലവുകൾ ഞങ്ങളുടെ തന്നെ സംഭാവനകളിലൂടെ നിർവഹിക്കണമെന്നും തീരുമാനിച്ചു. ഞങ്ങളുടെ സർവീസ് സെൻ്ററുകളിൽ പോലും ചെറിയ തോതിലുള്ള സംഘടനാ സ്വഭാവമേ പാടുള്ളൂ എന്നും ഞങ്ങൾ തീരുമാനിച്ചു. പൊതുജനങ്ങളുമായുള്ള ബന്ധത്തിൽ മെമ്പർമാരെ കൂടുതലായി ചേർക്കൽ എന്നതിനേക്കാൾ അവരെ ആകർഷിക്കൽ എന്ന തത്വത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു. പത്രങ്ങളിലും റേഡിയോയിലും ടിവിയിലും സിനിമയിലുമൊക്കെ എല്ലാ അംഗങ്ങളും അനാമധേയത്വം വെച്ചു പുലർത്തണമെന്നും പ്രത്യേകം നിഷ്കർഷിച്ചു. ഒരു സാഹചര്യത്തിലും പുറമേ നിന്നുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയോ മറ്റു സംഘടനകളുമായി യോജിക്കുകയോ പൊതുവിവാദത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുതെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ഈ പുസ്തകത്തിൻ്റെ 564 പേജിൽ വിവരിക്കുന്ന മട്ടിലുള്ള ഞങ്ങളുടെ 12 പാരമ്പര്യ തത്വങ്ങളുടെ സത്ത ഇതാണ്. ഈ തത്വങ്ങൾക്കൊന്നും ഒരു നിയമത്തിൻ്റെ ശക്തിയില്ലായിരുന്നുവെങ്കിലും 1950 വ്യാപകമായി ഇവ അംഗീകരിക്കപ്പെട്ടു. ക്ലീവ്ലാൻഡിൽ ചേർന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ വെച്ച് യുടെ തത്വങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും അമൂല്യമായ സ്വത്ത് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഈ ഐക്യമത്യമാണ്. ഞങ്ങളുടെ കൗമാരദശയുടെ ആഭ്യന്തരമായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനിടയിൽ പൊതുജനപ്രീതിയിലും ഞങ്ങളെ ക്രമാതീതമായി വളർത്തി. ഇതിന് എടുത്തു പറയത്തക്ക രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അസംഖ്യം രോഗവിമുക്തിയും പിരിഞ്ഞുപോയിരുന്ന കുടുംബങ്ങളുടെ യോജിക്കലും. ഇവയുടെ അതീശത്വം എല്ലായിടത്തും വ്യാപിച്ചു. യിൽ വന്ന അമിത മദ്യപാന രോഗികളിൽ യഥാർത്ഥത്തിൽ ശരിയായി ശ്രമിച്ചവരിൽ 50% പേരും പെട്ടെന്ന് തന്നെ സുബോധാവസ്ഥയുള്ളവരായി തീരുകയും അങ്ങനെ തുടരുകയും ചെയ്തു. 25% ആളുകൾ സുബോധാവസ്ഥയിലെത്തിയത് കുടിയിലേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഇടർച്ചയോടുകൂടിയാണ്. യിൽ തുടർന്നുള്ള മറ്റ് ആളുകൾ നല്ല പുരോഗതി കാണിച്ചു. 1000-ഓളം ആളുകൾ ഏതാനും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ഈ പ്രോഗ്രാം തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ആദ്യമൊക്കെ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇക്കൂട്ടരിൽ വലിയൊരളവിലുള്ള ആളുകൾ, ഏതാണ്ട് 2/3 പേർ മടങ്ങി വരാൻ തുടങ്ങി. യുടെ വിപുലമായ അംഗീകാരം നേടലിനുള്ള മറ്റൊരു കാരണം അതിൻ്റെ സുഹൃത്തുക്കളുടെ വിലമതിക്കാനാവാത്ത സേവനങ്ങളാണ്. വൈദ്യശാസ്ത്ര രംഗം, മതം, പത്രങ്ങൾ, കൂടാതെ അസംഖ്യം സുഹൃത്തുക്കൾ എന്നിവരൊക്കെ ഞങ്ങളുടെ സമർത്ഥവും സ്ഥിരവുമായ അഡ്വക്കേറ്റുമാരായി. അവരുടെയൊക്കെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ ചെറിയ പുരോഗതി കാണിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുമായിരുന്നുള്ളൂ. യുടെ വൈദ്യശാസ്ത്ര രംഗത്തും മതങ്ങളിലുമുണ്ടായിരുന്ന പ്രാരംഭ സുഹൃത്തുക്കളെപ്പറ്റി ഈ പുസ്തകത്തിൻ്റെ ഇനിയുള്ള താളുകളിലും കാണാവുന്നതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ഒരു മതപരമായ സംഘടനയല്ല. ഒരു പ്രത്യേക ചികിത്സാ പദ്ധതി അതിനില്ല. പക്ഷെ ഞങ്ങൾ വിപുലമായി വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരുമായും മതങ്ങളിലുള്ളവരുമായും സഹകരിക്കാറുണ്ട്. ആൽക്കഹോൾ വ്യക്തികളെ ബഹുമാനിക്കാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ ശരിക്കും അമേരിക്കയുടെ ഒരു പരിച്ഛേദമാണ്. മറ്റു വിദൂര പ്രദേശങ്ങളിലും ഇതേപോലുള്ള ജനാധിപത്യപരമായ തുലനാവസ്ഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും മതവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, ജൂതന്മാരുണ്ട്, ഹിന്ദുക്കളും മുസൽമാനും ബുദ്ധമതക്കാരുമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ 15% സ്ത്രീകളാണ്. ഒരു വർഷം 20% എന്ന തോതിൽ ഞങ്ങളുടെ അംഗത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നാളിതുവരെ നിരവധി ദശലക്ഷക്കണക്കിനുള്ള ശക്തമായ അമിത മദ്യപാന രോഗമുള്ളവർക്കിടയിൽ ഒരു നേരിൻ്റെ വിള്ളലിൻ്റെ
ഒരു നേരിയ വിള്ളലിൻ്റെ സ്ഥാനം മാത്രമേ ഞങ്ങൾക്ക് നേടാനായിട്ടുള്ളൂ. ശാഖോപശാഖയായ ഞങ്ങളുടെ വളർച്ചയ്ക്ക് മദ്യപാന രോഗത്തിൻ്റെ ഒരംശത്തെ മാത്രം സ്പർശിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ആൽക്കഹോളിക്കിനുള്ള ചികിത്സയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു കുത്തകയുമില്ല. ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്തിയിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ നിന്ന് അത് കണ്ടെത്താമെന്നും പുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളോടൊപ്പം ചേരാമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു.